കാഥികനിൽ കാഥികൻ. കഥയുടെ ചുറ്റഴിഞ്ഞു വരുന്നത് വാക്കുകളുടെ പിരിയൻ ഗോവണി ഇറങ്ങി വരുന്ന പോലെ. വാക്കുകളുടെ അർത്ഥവ്യാപ്തി അറിയുന്നോറും കഥ കലങ്ങി മറിയും. ആഴം കൂടി താഴോട്ട്. എന്ത് കഥ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് എങ്ങനെ കഥ പറയുന്നു എന്നതിലും കാര്യമുണ്ട്. ഭാഷയുടെ താളം, ക്യാമറയുടെ ചലനം എല്ലാം ഏച്ചുകൂട്ടി പറയുന്ന കഥാശകലം. സാഹിത്യകാരനെന്നോ ചലച്ചിത്രകാരനെന്നോ വേർതിരിച്ച് പറയേണ്ട കാര്യമില്ല. കഥ പറഞ്ഞു തരുന്നയാൾ കാഥികൻ MT വാസുദേവൻ നായർ. എനിക്കറിയുന്ന കഥാപാത്രം, എനിക്ക് അറിയുന്ന ചില ജീവിത സാഹചര്യങ്ങൾ, ജീവിത സന്ധികൾ, ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇവരുടെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഇത് കാണാൻ ശ്രമിച്ചാൽ കുറെ കൂടി നന്നായിരിക്കും എന്നൊരു തോന്നൽ അബോധമായിട്ട് എന്നിലുണ്ടായിരുന്നു. മലയാളിക്കും മലയാള സാഹിത്യത്തിനും സിനിമയ്ക്കും MT എന്നതിന് പര്യായപദമില്ല. ഭാവനയുടെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന പറഞ്ഞു മറന്ന കഥകളുടെ കാണാപ്പുറങ്ങൾ കാണിച്ചു തരുന്ന എഴുത്തുകാരൻ. മനുഷ്യരെയും അവരുടെ അങ്കലാപ്പുകളെയും മാറ്റി നിർത്തി പുസ്തകങ്ങൾ കൊണ്ട് കാടിയേറി പൊട്ടിപ്പൊളിഞ്ഞ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളിൽ താവളം കണ്ടെത്തുന്ന അയക്കാത്ത കത്തുകൾ എഴുതുന്ന സാഹിത്യത്തിനോടും സമൂഹത്തിനോടും കലഹിക്കുന്ന അമ്മിണി. കുഞ്ഞാത്തോലിൽ കൂട്ടുകാരിയെ കണ്ടെത്തുന്ന മറ്റാർക്കും കാണാൻ കഴിയാത്ത സങ്കല്പലോകത്ത് ജീവിക്കുന്ന ജാനകിക്കുട്ടി. അതീവ ബുദ്ധിമതിയായ ആരെയും എന്തിനേയും ബുദ്ധി കൊണ്ട് തോൽപ്പിക്കുന്ന ദയാ തുടങ്ങി MT എന്ന ചലച്ചിത്രകാരൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ എത്രയോ പെൺകുട്ടികൾ. അമ്മാളും കൃഷ്ണക്കുറുപ്പും സ്നേഹിക്കുന്നതും സല്ലപിക്കുന്നതും കാണിച്ചു തന്ന ഒരു ചെറുപുഞ്ചിരി നൽകിയ കഥ പറച്ചൽ. കഥാന്ത്യത്തിൽ സദയം കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ വിഭ്രാന്തിയുടെ പാരമ്യത്തിൽ അവരെ കൊന്നുകളയുന്ന സത്യനാഥൻ. തൻ്റെ ഭാര്യയുടെ മരണത്തിന് ഉത്തരം ലഭിക്കാതെ പോകുന്ന മാത്തുക്കുട്ടിയും അയാൾക്ക് ഉത്തരം നൽകാതിരുന്ന ബാലുവും, രാമുവിൻ്റെ ഒരേപോലെ നഷ്ടപ്പെടുന്ന ഗൗരിയും ലക്ഷ്മിയും. പറഞ്ഞു തുടങ്ങിയാൽ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളെയും കഥകളെയും തിരശ്ശീലയിൽ എത്തിച്ചയാൾ. ദുരന്തപരിവസായിയായ കഥകളിൽ MT എന്നും മുന്നിലാണ്. ഞെട്ടലോ നടുക്കമോ മരവിപ്പോ ബാക്കി വെച്ച് അകലാൻ മടിക്കുന്ന, സിനിമ അവസാനിക്കുമ്പോൾ അവസാനിക്കാത്ത കഥാപാത്രങ്ങളാണ് MTയുടേത്. വിഗ്രഹത്തിലേക്ക് തുപ്പിയിട്ട് തലതല്ലിച്ചാവുന്ന വെളിച്ചപ്പാടിനെ സമകാലീന ഇന്ത്യയിൽ പറയാൻ ആർക്കും സാധിക പോലുമില്ല. അരനൂറ്റാണ്ട് മുൻപ് നിർമാല്യം മുന്നോട്ട് വെച്ചത് പറഞ്ഞു തുടങ്ങാൻ പോലും ഇവിടെ സാധ്യതകളില്ല. അതും അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. വടക്കൻ വീരഗാഥയും പഴശ്ശിരാജയും പോലുള്ള വലിയ ചിത്രങ്ങളടക്കം അവിടെ നിന്നാണ് ഉറപൊട്ടി വന്നത്. സാഹിത്യത്തിലാകട്ടെ ഭാഷയുടെ കേളി. ഒരു വാക്കിൽ നിന്ന് അടുത്ത വാക്കിലേക്ക് നീങ്ങുമ്പോഴുള്ള താളം പ്രധാനമാണ്. കടലിന് കറുത്ത നിറമായിരുന്നു. ഒരു കൊട്ടാരവും ഒരു മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടും വിശപ്പടങ്ങാത്ത പോലെ തിരകൾ തീരത്ത് തല തല്ലിക്കൊണ്ടലറി. നോക്കൂ, 2 വരികൾക്കപ്പുറത്ത് ഇങ്ങനെ: അകലെ പഴയ കൊട്ടാരത്തിൻ്റെ ജയമണ്ഡപത്തിൻ്റെ മുകളിലാവണം കുറച്ച് സ്ഥലത്ത് ജലം നിശ്ചലമായിരുന്നു. ഉത്സവക്രീഡകൾ കഴിഞ്ഞ് കാലം വിശ്രമിക്കുന്ന കളിക്കളം പോലെ. ഉത്സവക്രീഡകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നത് കാലമാണ്, മനുഷ്യരല്ല. ഉപമകൾക്ക് പഞ്ഞമില്ല. ഇളം മഞ്ഞസാരി എവിടെ കാണുമ്പോഴും വിമലയെ ഓർക്കും. ഉരുകാതെ കിടക്കുന്ന മഞ്ഞാണ് വിമല. വായനയുടെ ഓരോ ആവർത്തിയിലും മുഴുവനായി പിടിതരാതെ കൈവിട്ടു പോകുന്നവൾ. ഇരുട്ടിൻ്റെ ആത്മാവും വാനപ്രസ്ഥവും കാലവും അസുരവിത്തും എങ്ങനെ പറയും, എങ്ങനെ പറയാതിരിക്കും? അറിഞ്ഞുകൂടാ. ഒരാൾ വായന വേണ്ട എന്ന് വെച്ചാൽ പോലും MTയുടെ പേര് കേൾക്കാതെ 10ാം ക്ലാസ് പാസ്സാകാൻ സാധിക്കില്ല. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നേരാകണമെന്നൊരു ചൊല്ലുണ്ട്. കുട്ടികൾ പഠിച്ചു വളരുക എന്നതുകൊണ്ട് വലിയ സാമൂഹ്യ തലമുണ്ട് എഴുത്തുകാർക്കും എഴുത്തുകൾക്കും. MTയെ പഠിച്ചു വളരുന്നത് തലമുറകളാണ്. അവരെ പാകപ്പെടുത്തുന്നത് MTയുടെ കൂടെ എഴുത്തുകളാണ്. ഡെഡ് പോയറ്റ് സൊസൈറ്റിയിലെ ഫേമസ് കോട്ടുണ്ട്: വി റീഡ് ആൻഡ് റൈറ്റ് പോയട്രി ബിക്കോസ് വി ആർ മെമ്പേഴ്സ് ഓഫ് ദി ഹ്യൂമൻ റേസ് ആൻഡ് ദ ഹ്യൂമൻ റേസ് ഈസ് ഫിൽഡ് വിത്ത് പാഷൻ and medicine, law, business, engineering, these are noble pursuits and necessary to sustain life. But poetry, beauty, romance, love, these are what we stay alive for. സാഹിത്യം പഠിക്കുന്നത് നമ്മൾ മനുഷ്യരാകുന്നത് കൊണ്ടാണ്, മൃദുല വികാരങ്ങളെ അറിയാനാണ്. MTയെ പഠിക്കുന്നിടത്തോളം കാലം MT ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വിട പറച്ചിലുകളില്ല. മരണം മൂക്കോട് തൊട്ടു നിൽക്കെ നീട്ടിക്കിട്ടിയ 2ാം മുഴത്തിന് അതേ പേര് നൽകി. കൂടെ എഴുതി: സമയം അനുവദിച്ചു തന്ന കാലത്തിൻ്റെ ദയയ്ക്ക് നന്ദി. കാലത്തിൻ്റെ ദയ അവസാനിച്ചിരിക്കുന്നു. മരണമെന്നത് നൈമിഷികമല്ലെന്നും ആ നിമിഷത്തിന് മുൻപിലേക്കും പിന്നിലേക്കും നീളമുള്ളൊരു സമയത്തിൻ്റെ വലിയൊരു പാതയാണെന്നും പറഞ്ഞത് മേതിലാണ്. യാത്ര പറയുക എന്നത് വായനക്കാർക്കും കാഴ്ചക്കാർക്കും എളുപ്പമല്ല. അമ്മിണിയും ജാനകിക്കുട്ടിയും മുതൽ ഞാൻ വരെ ജനവഴികളിൽ നിന്ന് നടന്നകലുന്ന ഉടയോനെ നോക്കി നിൽക്കും. യാത്രാമൊഴിയില്ലാതെ നിശബ്ദമായി മാത്രം. അവസാന വാക്കിൽ അവസാനിക്കാത്ത കഥ പോലെ, അവസാന ഷോട്ടിൽ അവസാനിക്കാത്ത കഥാപാത്രങ്ങൾ പോലെ നിങ്ങൾ ഞങ്ങളിൽ തുടരും. വേദനകളുടെ, നീറ്റലിൻ്റെ, കുഞ്ഞു സന്തോഷങ്ങളുടെയും ചെറു പുഞ്ചിരികളുടെയും കഥാകാര, നന്ദി. വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിച്ചു. കാലം എനിക്ക് വേണ്ടി കുറച്ച് സമയം നീക്കിവെച്ചു. അതിന് ഞാൻ ആരോടോ കടപ്പെട്ടിരിക്കുന്നു. ഇനി മുതൽ ഞാനത് ആവർത്തിക്കാം. കാലം MTക്ക് വേണ്ടി കുറച്ച് സമയം നീക്കിവെച്ചു. അതിന് ഞാൻ ആരോടോ കടപ്പെട്ടിരിക്കുന്നു.